പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ആഘോഷമാക്കുകയാണ് BJP. ഡൽഹിയിൽ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. രക്തദാനവും ഭക്ഷണപ്പൊതി വിതരണവും ഒക്കെയുണ്ട്. കർത്തവ്യപഥിൽ സേവാ സങ്കല്പ യാത്ര അല്പസമയത്തിനകം ആരംഭിക്കും. അവിടുന്ന് തത്സമയ സംരക്ഷണം ഉണ്ടാകും. ഇപ്പോൾ കർത്തവ്യപഥിൽ നമ്മുടെ പ്രതിനിധി വിനിത VG എത്തിയിട്ടുണ്ട്. വിനിത അവിടുത്തെ ആഘോഷ പരിപാടികളുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനിത, വലിയ ആഘോഷത്തിലാണോ ഇപ്പോൾ? പ്രത്യേകിച്ച് ലോക നേതാക്കൾ പോലും ആശംസകൾ നേരുകയാണ് പ്രധാനമന്ത്രിക്ക്. തീർച്ചയായിട്ടും വലിയ ആഘോഷങ്ങൾ തന്നെയാണ് ഡൽഹിയിലും നടക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കർത്തവ്യ പഥിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ വലിയ ആഘോഷ പരിപാടികൾ ഇപ്പോൾ ഇതാ ചെണ്ടമേളത്തിന്റെ ഒക്കെ അകമ്പടിയോടുകൂടി ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ആഘോഷമാക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങൾ ഇവിടെ ഉണ്ട്, അവർ നൃത്ത പരിപാടികൾ ഉണ്ട്. ഇങ്ങനെ വലിയ ആഘോഷ പരിപാടികൾ തന്നെയാണ് ഡൽഹിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും എല്ലാവരും മലയാളികളായിട്ടുള്ള ഒരു ടീമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ആഘോഷമാക്കാൻ ഡൽഹിയിലെ ഈ കർത്തവ്യ പഥിലെത്തി അവരിങ്ങനെ ആഘോഷ പരിപാടികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറുവശത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്തോടു കൂടി ഏർപ്പെടുത്തിയ വികസന പദ്ധതികൾ അതിങ്ങനെ ഓരോന്നായി ഇങ്ങനെ പ്ലക്കാർഡുകളായിട്ട് അതിങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു കട്ടൗട്ട് ഉണ്ട്. അവിടെ നിന്ന് ആളുകൾക്ക് പ്രധാനമന്ത്രിയോടൊപ്പം ചിത്രങ്ങൾ എടുക്കുന്നു. ഇങ്ങനെ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളൊക്കെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തിയ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തിയ ആളുകളുണ്ട്. അവരൊക്കെ ഈ ആഘോഷ പരിപാടിയുടെ ഭാഗമാകാൻ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. आज PM का बर्थडे है. हैप्पी बर्थडे टू यू. बड़ा सेलिब्रेशन है. बस जी हैप्पी बर्थडे टू यू. हाँ जी PM का बर्थडे है आज. बहुत बढ़िया. अच्छा सब मना रहे हैं. हम भी से आए आप दिल्ली में से. थैंक यू. ഇങ്ങനെ ഈ ആഘോഷ പരിപാടിയിലൊക്കെ ഭാഗമാകാൻ നിരവധി ആളുകളാണ് ഈ കർത്തവ്യ പഥിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നിവിടെ രക്തദാന ക്യാമ്പ് ഉണ്ട്. ഒപ്പം തന്നെ ലഘുഭക്ഷണ വിതരണം എന്നിങ്ങനെയുള്ള വിവിധ പരിപാടികളാണ് BJP ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഏതാണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ ഡൽഹിയിൽ ഉടനീളം അത് ഒക്ടോബർ 2 വരെ നീണ്ടു നിൽക്കുന്ന 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണുള്ളത്. ഡൽഹിയിൽ മാത്രമല്ല മറ്റെല്ലാ സ്ഥലങ്ങളിലും സമാനമായിട്ടുള്ള സെലിബ്രേഷനുകളും ആഘോഷങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. कहाँ से आए दिल्ली में? दिल्ली से आए मैम, GTB नगर. आज PM का बर्थडे है, बड़ा सेलिब्रेशन है इधर से. हाँ जी, क्या बोला? अच्छी बात है. ब्लड डोनेट करना चाहिए मैम. हाँ हाँ जी, कर दिया. ഇപ്പോൾ രക്തദാന ക്യാമ്പിന്റെ ഭാഗമായി രക്തം ദാനം ചെയ്തെത്തിയ ഒരു ആളാണ് നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ മറുവശത്ത് രക്തദാന ക്യാമ്പ് നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുത്തതിന് ശേഷമാണ് എത്തിയിരിക്കുന്നത്. ഇങ്ങനെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് പ്രധാനമന്ത്രിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ മലയാളികളുടെ ഒരു ടീം അവരുടെ ചെണ്ടമേളം ഉണ്ടായിരുന്നു. ഇങ്ങനെ വിപുലമായിട്ടുള്ള കലാപരിപാടികളൊക്കെയാണ് ഈ കർത്തവ്യ പഥിൽ പുരോഗമിക്കുന്നത്. ധന്യവാദ് വിനീത VG. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.